അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ മുസ്ലിമീങ്ങളെ കയറാൻ അനുവദിക്കുകയില്ല. വെള്ളവസ്ത്രവും തലപ്പാവും ധരിച്ചെത്തുന്ന കുട്ടികളെ ഞാൻ ഈ സ്കൂളിൽ അനുവദിക്കുകയില്ല. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല. വെള്ളവസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല. വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് കേരളത്തിലെ ഒരു എയ്ഡഡ് സ്കൂൾ ഓഫീസിന് മുന്നിൽ നിന്ന് സ്വന്തം സഹപ്രവർത്തകർക്കും രക്ഷിതാക്കൾക്കും നേരെ ഒരു പ്രധാന അധ്യാപിക ഇങ്ങനെയൊരു വർഗീയ പരാമർശം നടത്തിയാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ കേരളത്തിലാണിത് നടക്കുന്നത് എന്ന്? കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. സംഭവം നടക്കുന്നത് കൊല്ലം ശാസ്താംകോട്ടയിലെ ഡോഡിറ്റി ഈപ്പൻ മെമ്മോറിയൽ RHS എന്ന് പറയുന്ന സ്കൂളിലാണ്. സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞതോടെ പാർട്ട് ടൈം അധ്യാപകരുടെ ജോലി പോലും നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിരുന്നത്. ഇതോടെ സ്കൂളിനെ സംരക്ഷിക്കാൻ PTA ഭാരവാഹികളും അധ്യാപകരും ചേർന്ന് കഠിനാധ്വാനം ചെയ്ത് ചക്കുവള്ളി ഭാഗത്തെ ദർസിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെ 30ഓളം വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു. ജൂൺ 1 പ്രവേശനോത്സവ ദിവസം എല്ലാ രേഖകളുമായി ഈ കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സ്കൂളിലെത്തുകയും ചെയ്തു. എന്നാൽ കുട്ടികളെ കണ്ടതും സ്കൂളിലെ പ്രധാന അധ്യാപിക ബ്ലസ്സി ജോർജ് ക്രൂരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇതാണ് സഹപ്രവർത്തകരും PTA-യും ആരോപിക്കുന്നത്. ദർസിലെ കുട്ടികൾക്ക് വെള്ളിയാഴ്ചകളിൽ വരാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതോടെ ഇവർക്ക് അഡ്മിഷൻ നൽകില്ല എന്ന് പറഞ്ഞ് HM വാശി പിടിച്ചു. രക്ഷിതാക്കൾ എല്ലാ ദിവസവും കുട്ടികളെ വിടാമെന്ന് പറഞ്ഞിട്ടും PTA ഭാരവാഹികൾ ഇടപെട്ടിട്ടും എന്തിന് DEO ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും കുട്ടികളെ ചേർക്കാൻ ഈ പ്രധാന അധ്യാപിക തയ്യാറായില്ല. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മുന്നിൽ വെച്ച് അധ്യാപകരെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഒടുവിൽ വിശന്ന് കരഞ്ഞ കുഞ്ഞുങ്ങളുമായി രക്ഷിതാക്കൾക്ക് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. അധ്യാപകർ പറയുന്നതനുസരിച്ച് ഈ HM മുൻപും വലിയ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ആളാണ്. മുൻപ് സ്കൂളിലെ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2021 മുതൽ 2023 വരെ ഇവർ സസ്പെൻഷനിലായിരുന്നു. താൻ വിരമിക്കുന്നതിൻ്റെ മുൻപ് ഈ സ്കൂൾ പൂട്ടിക്കുമെന്ന് അവർ വെല്ലുവിളിച്ചിരുന്നതായും സഹപ്രവർത്തകർ പറയുന്നുണ്ട്. നിയമ പോരാട്ടങ്ങളിലൂടെ തിരികെ കയറിയ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ മാനേജ്മെൻറ്റിന് പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. വിഷയം വലിയ വാർത്തയായതോടെ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഇതിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. പരാതി ലഭിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ലെന്നും ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. മാനേജ്മെൻറ്റിലും DEO ഓഫീസിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടുത്തെ അധ്യാപകർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ദുരവസ്ഥ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും വസ്ത്രധാരണത്തിൻ്റെയും പേരിൽ വിദ്യാലയങ്ങളിൽ ഇത്തരം വിവേചനങ്ങൾ നടക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ പ്രധാന അധ്യാപികക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.